ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമും ശ്രീനിസാറും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അവിടേക്ക് വരികയാണ് കേട്ടോ. വേദന കാണുമ്പോൾ വിക്രം ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്തൊപ്പിക്കാനായിരിക്കും വന്നത് എന്ന്. അപ്പോഴേക്കും സുധ വരികയാണ്. അപ്പോൾ സുധ, ആഹാ വേദ വന്നോ? വേദ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഇരിക്കി. എന്താ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പെരുമാറിയതുപോലെ ഞങ്ങൾ തിരിച്ചും പെരുമാറുന്നതാണോ വിചാരിച്ചിട്ടാണോ നോക്കി കേട്ടോ. അപ്പോൾ വേദ പറയും, അതിന് ഞാൻ നിങ്ങളോട് മോശമായിട്ടൊന്നും പെരുമാറില്ലല്ലേ, വിക്രമും നിങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. അതിന് നീ ആരാടി ഇത് പറയാനെന്ന് പറഞ്ഞിട്ട് ചാടി വരുമ്പോൾ ശ്രീനി സാറ് തടയാണ്. വേദ വന്നത് എന്താ എന്ന് ചോദിക്കണം കേട്ടോ. എനിക്ക് ശ്രീനി സാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറയും. അപ്പോൾ അതിനെന്താ, വേദ ചോദിച്ചോളൂ, അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ട കാര്യമാണ്, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് മാറിക്കൂട്ടോ. അപ്പോൾ ശ്രീനി സാറ് സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ, സാർ ഇപ്പം ഇത് ചെയ്യരുത്, എനിക്ക് 1 മിനിറ്റ് മാത്രമേ മതി, അത് കഴിഞ്ഞിട്ട് അയക്കുമോ എന്ന് പറയും. അങ്ങനെ അയാൾ അത് എടുത്ത് വയ്ക്കും കേട്ടോ. എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താണ് ചോദിക്കുമ്പോൾ, അതെ, വിക്രം ജയിലിലായതിന് ശേഷമാണല്ലോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും. വിക്രം മദ്യത്തിൽ വിഷം ചേർത്ത് മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് വിക്രത്തിനെ രക്ഷിച്ചാണല്ലോ നിങ്ങൾ വിക്രത്തിനെ കൂടെ കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീനി സാറൊന്നും വിട്ടുന്നില്ല. പിന്നെ വേദ പറയുന്നുണ്ട്, കോളേജിൽ വെച്ചിട്ട് വിക്രം ഒരു പയ്യനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലോ, അതിൻ്റെ പേരിൽ പിന്നെ അച്ഛൻ ഇടപെട്ട് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് ആ പയ്യൻ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇറങ്ങിപ്പോയി. ആ പയ്യനെ രക്ഷിക്കാനായി എത്തിയത്, അന്ന് സ്റ്റേഷനിലേക്ക് എത്തിയത് ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളെ ശ്രീനി സാറിന് അറിയാം അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് ശ്രീനി സാറ് ആകെ വിയർത്തു പോകുകയാണ് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന ആ ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ ശ്രീനി സാറിൻ്റെ സഹോദരിയുടെ പുത്രനായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. സഹോദരി പുത്രനോട് ശ്രീനി സാറിന് വല്ലാത്ത വാത്സല്യമായിരുന്നു എന്ന് ഒക്കെ പറയുമ്പോൾ ശ്രീനി സാർ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രീനി സാറിൻ്റെ സഹോദരിയുടെ പുത്രനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് ഞാനിതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വിക്രമിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും. അന്ന് എൻ്റെ ചില ചോദ്യങ്ങൾക്കും വിക്രമിൻ്റെ ചില ചോദ്യങ്ങൾക്കും സാറ് മറുപടി പറയേണ്ടി വരും. എന്തായാലും ഞാൻ ആ കേസിൻ്റെ പുറകെയാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും, അതുറപ്പാണ് എന്ന് വേദ പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വേദയുടെ വാക്കുകൾ കേട്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രീനി സാർ. അപ്പോഴേക്കും വിക്രം അവിടേക്ക് വരികയാണ്. ശ്രീനി സാറാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു സിഗരറ്റൊക്കെ എടുത്ത് വലിക്കുന്നുണ്ടേ. അപ്പോൾ വിക്രം വന്ന് ചോദിക്കും, എന്താ അവൾ പറഞ്ഞത് സാറേയും ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അത് പിന്നെ എന്തായാലും അവൾ മിടുക്കിയാണ് ആള് എന്ന് പറഞ്ഞു കേട്ട് അകത്തേക്ക് വേഗം പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശനെ കാണാനായിട്ട് വേദ വന്നിരിക്കുകയാണേ. ദർശൻ വിളിച്ചു വരുത്തിയാണ് വേദന. അപ്പോൾ പറയുന്നുണ്ട്, എന്താ ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹമീദ് എന്നാണ് സാറിൻ്റെ പേര്. ഇപ്പോൾ റിട്ടയർഡായിട്ട് 3 വർഷമായി, പോലീസിലായിരുന്നു. പിന്നെ വിക്രമിൻ്റെ കാര്യത്തിൽ വേദ കുറച്ച് അന്വേഷണങ്ങൾ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് ഹമീദൊക്കെ ഇവിടെ എത്തിയതെന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കും കേട്ടോ വേദ. അപ്പോൾ വിക്രമിനെ അന്ന് അറസ്റ്റ് ചെയ്ത ജീപ്പിൽ ഹമീദൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഹമീദക്കാർക്കും അറിയാം. വിക്രം അന്ന് അച്ഛന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഏറ്റെടുത്തതെന്ന് വേദ പറഞ്ഞല്ലോ, അത് സത്യമാണെന്ന് ഇവർക്കും അറിയാം. പോലീസിന് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കും, സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹമീദ് പറയുന്നുണ്ട്, അന്ന് പോലീസുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അത് വിക്രം അത് ചെയ്തിട്ടില്ല എന്ന്. പോലീസിന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് മാഷ് കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നാണ് എന്ന് പറയട്ടോ. അപ്പോൾ അച്ഛനൊരിക്കലും അതങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പോലീസുകാർ കണ്ടെത്തിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ അറിയാം, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് അന്ന് ആ പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് മാഷാണല്ലോ മുൻകൈ എടുത്തത്. അപ്പോൾ അതിനുള്ള പ്രതികാരമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. പിന്നെ വിക്രം അത് നിഷേധിച്ചില്ല. പോലീസുകാർ പലതവണ ആവർത്തി ചോദിച്ചിട്ടും വിക്രം തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തത് ആരാണെന്ന് വിക്രത്തിന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണെന്ന് ആ പോലീസുകാരൻ പറയുകയും ചെയ്യുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് വിക്രം വേദനോട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ. ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരടി, നീ എന്തിനാണ് ഇത് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ആ ഒരു അവകാശത്തിലാണ് ഞാനിതൊക്കെ അന്വേഷിക്കണതെന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം നീ അത് അന്വേഷിക്കേണ്ട, എനിക്കതിൻ്റെ കാര്യമില്ല,
നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പോക്കാൻ നോക്കുന്നത്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് 6-7 വർഷം എൻ്റെ ഭർത്താവ് എന്തിനാണ് ജയിലിൽ കിടന്നത്, ചെയ്യാത്ത തെറ്റിനാണോ ചെയ്ത തെറ്റിനാണോ എന്നൊക്കെ എനിക്കറിയണ്ടേ, അതിനുള്ള അവകാശം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റാണെന്ന് നിങ്ങളൊക്കെ അല്ലേ പറയുന്നത്, ഞാനത് പറയുന്നില്ലല്ലോ, ഞാനത് അനുഭവിച്ചതാണ്, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വയം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നും അത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത് കച്ചവടം നടത്തിയെന്നും പോലീസുകാർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ശിക്ഷയും ഞാൻ അനുഭവിച്ചു, പിന്നെ എന്തിനാണ് ഇനി അതിൻ്റെ പിന്നിൽ കൂടെ പോകുന്നത് എന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ആ മയക്കുമരുന്ന് കൈകൊണ്ട് തൊട്ടിട്ടില്ല, ആ മയക്കുമരുന്നല്ല മയക്കുമരുന്നേ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നും മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ എന്നോട് ഒരിക്കൽ തുറന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, പിന്നെ നിങ്ങളെങ്ങനെ ആ സാധനം ഉപയോഗിച്ചു എന്നും അത് അച്ഛൻ്റെ ബാഗിൽ വെച്ചു എന്നും ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് ആ ഒരു മയക്കുമരുന്ന് അച്ഛൻ്റെ ബാഗിൽ വന്നത് എങ്ങനെയാണെന്നും അത് ആരാണ് വെച്ചതെന്നും നിങ്ങൾക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് നിങ്ങളിത് മറച്ചു വയ്ക്കുന്നതെന്ന് പറയും. അപ്പോൾ അച്ഛൻ ഒരിക്കലും ഈ കേസിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിനാലാണ് നിങ്ങളത് തുറന്നു പറയാത്തതെന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞാലും ഞാൻ അറിഞ്ഞെന്ന് വിചാരിക്കും, എനിക്കറിയാമെന്ന് വിചാരിക്കും, പക്ഷെ അതൊരിക്കലും നീ അറിയാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ അറിയും, ഈ കേസിൻ്റെ അവസാന തുമ്പത്ത് വരെ ഞാൻ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും അത് കണ്ടുപിടിച്ചിരിക്കും എന്ന് തന്നെ വേദ പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വായിൽ നിന്ന് നീ അത് അറിയുമെന്ന് വിചാരിക്കേണ്ട, ഒരിക്കലും നീ അത് അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകട്ടോ. പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ ഫോണിലേക്ക് ശ്രീനി സാറ് വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നുണ്ട് ആ ശ്രീധരേട്ടൻ ആൾ പ്രശ്നക്കാരനാണ്, അയാൾ കുറച്ച് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അയാൾ എന്ത് ചെയ്യാനാണ് സാറേ, അയാൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, അയാൾക്ക് എന്തൊക്കെയാ അറിയാം, നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ കണ്ടുപിടിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഫോൺ ലൗഡ് സ്പീക്കറിലാണ് കേട്ടോ വിക്രം ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് വേദ അവിടേക്ക് വന്നുകൊണ്ട് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണം. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട് അയാളെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ നമുക്ക് പണിയാവും, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാം, അപ്പോൾ അയാളുടെ കാര്യം വിട്ടേക്ക് സാറേ, അയാളെ ഞാൻ നോക്കിക്കോളാം, എന്ത് ചെയ്യാനാണ് വിക്രം പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അത് അയാളെ തട്ടിക്കൊണ്ടുപോകാം എന്ന് പറയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയും തട്ടിക്കൊണ്ടു പോയതുകൊണ്ട് എന്ത് കാര്യം, തൽക്കാലം 1-2 ദിവസം നമ്മുടെ കൂടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നോക്കാം, അയാളെ പേടിക്കൊന്നും വേണ്ട, അയാൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നു ശ്രീനി സാറ് ഭയപ്പെടുകയും വേണ്ട, അയാളുടെ കാര്യം ഞാൻ ഏറ്റു, എന്തായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ അയാളെ തട്ടിക്കൊണ്ടുവരും, അതിനുശേഷം പിന്നെ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനി സാറ് പറയാൻ വിക്രത്തിന് എനിക്ക് വിശ്വാസമാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറയും കേട്ടോ. ഇതൊക്കെ വേദ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ഇന്ന് രാത്രി ആ ശ്രീധരൻ എന്ന് പറഞ്ഞ ആളെ വിക്രം തട്ടിക്കൊണ്ടുവരികയും പിന്നെ അത് കേസൊക്കെ ആവുമല്ലോ. അപ്പോൾ വേദ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വേദ ഒരിക്കലും ആലോചിച്ചിരിക്കുന്ന കാണുമ്പോൾ ശ്രീജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആലോചിച്ചിരിക്കുന്നത്, വലിയ ചിന്തയിലാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദം പറഞ്ഞ് ഈ ആണുങ്ങളുടെ തലയിലൊക്കെ നിലാവാണെന്ന് പറയുന്നത് വെറുതെയാണ്, ഓരോന്നും മുന്നും പിന്നും ആലോചിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയും. അപ്പോൾ ശ്രീജ പറയും വിക്രമിനായിട്ട് എന്തോ വഴക്കുണ്ടായെന്ന് തോന്നുന്നുണ്ടല്ലോ, ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്, ഇതൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇനി ലാസ്റ്റ് ഇതിനേക്കാളും വലിയ പ്രശ്നമാവും, എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ. ഇന്ന് ഞാൻ ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ ശ്രീധരൻ എന്ന് പറഞ്ഞ ശ്രീധരേട്ടനെ കണ്ടിരുന്നു. അയാൾ എന്നോട് അപ്പോഴേ തന്നെ ചോദിച്ചു എന്തിനാണ് ഈ സാമൂഹ്യദ്രോഹികളുടെ വീട്ടിലേക്ക് വന്നതെന്ന്, മാത്രമല്ല വിക്രമിനെ പോലെ ഒരാളെ കല്യാണം കഴിച്ചത് എന്തിനാണെന്നും എന്നോട് അയാൾ ചോദിച്ചു. പക്ഷേ ഇന്നിപ്പോൾ വിക്രം അയാളെ തട്ടിക്കൊണ്ടുവരാൻ പോണ്. അപ്പോൾ ചോദിക്കേ തട്ടിക്കൊണ്ടുവരാനോ, തട്ടിക്കൊണ്ടുവരാൻ അതെന്തിനാ ചോദിക്കും കേട്ടോ. അത് ശ്രീനി സാറ് പറഞ്ഞിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിക്രമിനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാതിരിക്കുക, അപ്പോൾ അത് കേസാവൂലേ, കേസാവും. അപ്പോൾ വേദൊരു കാര്യം ചെയ്യും, ശ്രീനി സാറിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ശ്രീധരേട്ടനെ വേദയ്ക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ ശ്രീധരേട്ടനെ വിളിച്ച് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. ശ്രീധരേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീധരേട്ടൻ അപ്പം തന്നെ അത് കേസുമായിട്ട് മുന്നോട്ട് പോകും, പിന്നെ ആ കേസിൻ്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യണം, ഈ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ വലിയ കേസല്ലേ, വലിയ തെറ്റല്ലേ അത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അച്ഛനറിഞ്ഞാൽ പിന്നെ പോയി എന്ന് ശ്രീജ പറയും. അതുതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തെങ്കിലും ഒരു വഴി വെച്ചിട്ട് നമുക്കത് തടയണം എന്ന് പറയുകയാണേ. അപ്പോൾ എങ്ങനെ തടയും, ശ്രീജയുടെ എൻ്റെ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയട്ടെ. അതെ രാത്രി ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം ചെയ്താൽ മതി, ശ്രീജയുടെ എൻ്റെ കൂടെ നിൽക്കുമോ ചോദിക്കണം കേട്ടോ.
നിൽക്കാം എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അവിടെ അങ്ങനെ പതുക്കനെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദിനി കേൾക്കുന്നില്ല കേട്ടോ. എന്തായാലും ശ്രീജേടത്തി ഇന്ന് രാത്രി ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ നന്ദിനി വരുന്നത്. അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കും, എന്താണ് ഇവിടെ രണ്ടാളൊരു ഗൂഢാലോചന? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് രണ്ടുപേരും കൂടെ മാറി നിന്ന് കുശിക്കുന്നത്. എന്താ ഗൂഢാലോചന? എന്നോടും കൂടെ പറയും എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജ ഒന്നും മിണ്ടൂല. അപ്പോൾ വേദം എഴുന്നേറ്റ് പറയുകയാണേ, അതെ, ഈ വീട്ടിൽ എപ്പോഴെപ്പോഴും വഴക്കുണ്ടാക്കുന്നത് നന്ദിനിയടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്ദിനിയടുത്തിനെ ഞങ്ങൾക്കങ്ങ് ഇല്ലാതാക്കിയാലോ എന്നൊരു വിചാരം എന്ന് പറയട്ടെ. എന്ത്? നന്ദിനിയടുത്തിനെ എന്തെങ്കിലും ചെയ്യാനായിട്ട്? കുതന്ത്രം ഓരോന്നിട്ട് മെനയാണല്ലേ എന്ന് ചോദിക്കും. എന്ത് കുതന്ത്രമാണ് നിങ്ങൾ മെനഞ്ഞത് എന്ന് ചോദിക്കട്ടോ. അയ്യോ, ഭൂലോക കുതന്ത്രമായിട്ടുള്ള നന്ദിനിയടുത്തിക്കെതിരെ എന്ത് കുതന്ത്രം മെനയാനാണ്? നീ പറയടി, എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, നന്ദിനിയടിക്ക് ഇത്തിരി വിഷം തന്ന് കൊന്നാലോന്ന് ഒരു ചിന്ത എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി ഞാൻ ശ്രീജേടത്തിനോട് അത് പറയായിരുന്നു. എങ്ങനെ വിഷം തരണം, ഏത് രീതിയിൽ വിഷം തരണം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആലോചിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കൂലല്ലോ. നന്ദിനിയടുത്ത് അത് കേട്ട് വന്നില്ലേ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം എന്ന് പറയട്ടോ. എടി, നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കട്ടോ. അതെ, നന്ദിനിയടുത്തെയാണ് ഈ വീട്ടിലെ എപ്പോഴും പ്രശ്നക്കാരി. അപ്പോൾ ആ പ്രശ്നം ഇല്ലാതായാൽ പിന്നെ ഈ വേറൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ശ്രീജേടത്തിയും കൂടി അങ്ങനെ തീരുമാനിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീജേടത്തി അങ്ങനെയല്ല പറഞ്ഞത്. ശ്രീജേടത്തി വേറെ ഏതെങ്കിലും രീതിയിൽ കൊന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രീജ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ശ്രീജനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി വേദ പറയും, അതെ, ശ്രീജേടത്തിന് മെക്കെട്ട് കയറാൻ നിൽക്കണ്ട കേട്ടോ. കൊല്ലാനുള്ള തീരുമാനം എൻ്റേതായിരുന്നു. പിന്നെ പ്ലാനിങ് ഇപ്പോൾ എന്തായാലും ചീറ്റിപ്പോയി. ഇനി വേറെ ഏതെങ്കിലും പ്ലാനിങ് നോക്കണം എന്ന് പറയും. അപ്പോൾ ശ്രീജ, അയ്യോ വേദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ നമുക്ക് ഷോക്ക് അടിപ്പിച്ചെങ്ങനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോകണം. നന്ദിനിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് വേദ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പം നന്ദിനിക്ക് ആകെ പേടിയാണ്. വിക്രമങ്ങാനും ഇത് അറിയോ? അറിയൊന്നുമില്ല. ഇത്തിരി ഉറക്കഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി കിടന്നുറങ്ങിക്കോളും. ഇന്നത്തെ പ്ലാനിങ് തെറ്റണം. നാളെ എന്താണ് വേണ്ടതെന്നേ അപ്പം തീരുമാനിക്കാം. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതാവുമ്പോഴേ ശ്രീനി സാറിന് ഇഷ്ടക്കേടുണ്ടായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രീജേടത്തി ഇത് കൊണ്ടു കൊടുക്കും. അയ്യോ, ഞാനോ? പിന്നെ അല്ലാതെ ശ്രീജേടത്തി എന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ കൊണ്ടു കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണം, ശ്രീജേടത്തി തന്നെ കൊണ്ടു കൊടുക്കണം. വലിയ പ്രശ്നമൊന്നുമില്ലാന്നേ. ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നേരം കിടന്നുറങ്ങും, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പായസം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകുമ്പോഴേക്കും നന്ദിനി വരികയാണ് കേട്ടോ. അപ്പോൾ പായസം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താ എന്ന് ചോദിക്കുക. അത് ഇത്തിരി പായസം ആണോ? അപ്പോൾ എനിക്കും തായോ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി അടുത്തേക്ക് തരാനും മാത്രമുള്ള പായസം ഒന്നുമില്ല. അതെന്താ? വിക്രമിന് കൊടുക്കാനുള്ളത്. എന്നാൽ വിനയേട്ടന് കൊടുക്കണം. വിനയേട്ടന് പായസം ഇഷ്ടമാണെന്ന് പറയട്ടോ. അപ്പം വിനയേട്ടന് വേണമെന്നുണ്ടെങ്കിലേ നന്ദിനി അടുത്ത് ഒറ്റയ്ക്ക് എടുത്ത് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴത്തേനും നന്ദിനി ആ പായസം തട്ടിപ്പറിച്ച് മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ തലേ കൈ വെച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ വേറൊരു ഗ്ലാസ്സിൽ പായസത്തിൽ ഉറക്കഗുളിക ചേർത്തിട്ട് വിക്രമിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് വേദ. മാത്രമല്ല നന്ദിനി ആ പായസം കുടിച്ചിട്ട് ബോധം കെട്ട് ഉറങ്ങുന്നുണ്ട്. ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.